അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, മരണം അതൊരു യാഥാർത്ഥ്യമാണല്ലേ. ഒരു നിരീശ്വരവാദിയും മതമുള്ളവനും ഇല്ലാത്തവനും ആരും തന്നെ നിഷേധിക്കാത്ത നഗ്നമായ സത്യം. ഈ മരണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്ക് 67-ാമത്തെ അധ്യായമാണ് 2-ാമത്തെ വചനത്തിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മരണത്തെയും ജീവിതത്തെയും ഞാൻ സംവിധാനിച്ചിരിക്കുന്നു എന്നതുപോലെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. വിശദീകരിക്കുന്നില്ല. പക്ഷേ അതിൽ മരണം ആദ്യം പറഞ്ഞു. എന്തുകൊണ്ട്? ജീവിതം രണ്ടാമത് പറഞ്ഞു. സാധാരണ ജീവിതം പറഞ്ഞിട്ടല്ലേ മരണം പറയേണ്ടത്? അതാണ് വിഷയം. യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് മരണമാണ് അള്ളാഹു അവന് സംവിധാനിച്ചത്. രണ്ട് മരണവും രണ്ട് ജീവിതവും എന്ന് ഒരു ആയത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. നാൽപ്പതാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിൻ 11-ാമത്തെ വചനത്തിൽ കാലു റബ്ബന അമത്തന എന്ന് തുടങ്ങുന്ന ആയത്തിൽ അതിൻ്റെ മീനിങ് അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ 2 പ്രാവശ്യം മരണപ്പെടുത്തി 2 പ്രാവശ്യം ജീവിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളിതാ ഏറ്റുപറഞ്ഞു എന്ന് പറയുന്ന ആ വചനം സൂറത്തുൽ മുഅ്മിൻ 40-ാമത്തെ വചനത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനം. ഇവിടെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പറഞ്ഞിട്ടില്ലേ, 2 പ്രാവശ്യം ജീവിപ്പിക്കുകയും 2 പ്രാവശ്യം മരണപ്പെടുത്തി. അവിടെയും ആദ്യം മരണമാണ് പറഞ്ഞത്. 2 പ്രാവശ്യം ജീവിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സൂറത്തുൽ അഅറാഫ്, ഇതെല്ലാം വായിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ അഅറാഫ് 7-ാമത്തെ അധ്യായം 172-ാമത്തെ വചനം നമ്മൾ പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിരിക്കുന്നു, വ ഇദ അഹദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം എന്ന് പറയുന്ന ആയത്ത്. ഇതെല്ലാം വചനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളതിൽ ചെക്ക് ചെയ്താൽ മതി. 7-ാമത്തെ അധ്യായം 172-ാമത്തെ ആയത്ത് സൂറത്തുൽ അഅറാഫ്. ആദമിൻ്റെ മക്കളിൽ നിന്ന്, അവരുടെ മുതുകളിൽ നിന്നും നിന്റെ റബ്ബ് അവരവരുടെ സന്തതികളെ പുറത്തെടുക്കുകയും അവരുടെ സ്വന്തം പേരിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അലസ്തു ബി റബ്ബിക്കും എന്നുള്ള വചനം, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അപ്പോൾ അവർ പറഞ്ഞു, കാലു, അതെ. അവർ പറഞ്ഞു, ബല ഷഹദിന, അല്ലാതെ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു കരാർ കൊടുക്കുന്നു. ഷഹദിന, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് ആദമിൻ്റെ മുതുകിൽ നിന്ന്. ഹദീസ് കിതാബുകളിൽ പറയുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ, അല്ലെങ്കിൽ ഇവിടെ ഭൂമി സൃഷ്ടിക്കുന്നതിനും 50,000 വർഷം മുമ്പ് എല്ലാ റൂഹുകളെ എല്ലാവരെയും, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടക്കം നമ്മൾ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ റൂഹുകളെയും അള്ളാഹു ഒരുമിച്ച് സൃഷ്ടിച്ചു. ഒരേ സമയം, വ്യത്യസ്ത ഘട്ടങ്ങളിലെല്ലാം ഒരേ സമയം സൃഷ്ടിച്ചു. എന്നിട്ട് ഭൂമിയിലേക്ക് ഏത് റൂഹാണോ ആത്മാവാണോ വരേണ്ട സമയം കൃത്യമായി അള്ളാഹു സംവിധാനിച്ച് കൃത്യമായി വർഷം ദിവസം കണക്കാക്കി ഖിയാമത്ത് നാൾ വരെ അത് ഓരോരുത്തരുടെ കുഞ്ഞായിട്ട് ജനിച്ചു വന്നു. അപ്പോൾ ആത്മാവ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുമിച്ച് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ്. അത് സൃഷ്ടിയാണ്, ജനിച്ചതല്ല. ആത്മാവ് മഹ്ലൂക്കാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ട് ആത്മാവ് നശിക്കുന്നില്ല ഒരിക്കലും. അതായത് ആത്മാവ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരവും മറ്റു വസ്തുക്കളെല്ലാം നശിച്ചു പോകുന്ന പോലെ ഒരിക്കലും നശിക്കുക. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിയാണ്, പിന്നെ ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങളല്ലാണ്ട് അള്ളാഹു നമ്മൾ അതിലേക്ക് നടക്കുന്നില്ല. അപ്പോൾ ഈ സൂറത്തുൽ അറാഫിൽ പരാമർശിക്കുന്ന ഒരു കാര്യം, ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു കരാറ് വാങ്ങി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ എന്ത് ചെയ്തു? ആ ആത്മാക്കളെ അള്ളാഹു മരണവുമായി സംവിധാനിച്ചിരിക്കുന്നു. മരണവുമായിട്ട്, മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹുകളെ സംവിധാനിച്ചു. ആ സംവിധാനത്തോടു കൂടെ തന്നെ മരണത്തെയും സംവിധാനിച്ചു. ആ റൂഹുകളും മരണവും ഒരുമിപ്പിച്ചു. അത് റൂഹുകൾ പിന്നെ മരണാവസ്ഥയിലാണ്. അത് ഖുർആനിൽ പല സ്ഥലത്തും നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പല വചനങ്ങളുണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ജനിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. ആ ജനിക്കുന്ന അവസരത്തിൽ അള്ളാഹു മരണത്തെ അതിൽ നിന്ന് ഊരി മാറ്റി. മനസ്സിലായില്ലേ? പക്ഷേ ഖുർആനിൽ പറയുന്നു, മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നുണ്ട് സൂറത്തുൽ സുമർ 39-ാമത്തെ ആയത്തിൽ സൂറത്തിൽ 42-ാമത്തെ വചനത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു യതവഫ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ആയത്താണ്. ജീവാത്മാക്കളുള്ള ദേഹങ്ങളെ അവയുടെ മരണവേളയിൽ അള്ളാഹു പൂർണ്ണമായി പിടിച്ചെടുക്കുന്നു. അതായത് ജീവാത്മാക്കൾ, ദേഹങ്ങളെ, അതായത് റൂഹുകളെ അള്ളാഹു മരണവേളയിൽ പിടിച്ചെടുക്കുന്നു. മരണവേളയിൽ മരിക്കുമ്പോൾ ആ റൂഹുകളെ അള്ളാഹു പിടിച്ചു വെക്കുന്നു. ഒരു മനുഷ്യൻ്റെ ശരീരം മരിക്കുമ്പോൾ, മരണം ശരീരവുമായി ബന്ധിപ്പിക്കുമ്പോൾ റൂഹുകളെ അള്ളാഹു പിടിച്ചു വെക്കുന്നു. മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കിലും പിടിച്ചു. ഉറങ്ങുന്ന സമയത്തും നമ്മുടെ റൂഹിനെ പിടിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മരണം നമ്മളെ പിടികൂടുന്നതാണ് ചെറിയ മരണം എന്ന് പറയുന്നത്. അത് ഹദീസുകളിലെല്ലാം ഒരുപാട് പറയുന്നത്. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന അൽഹംദുലില്ലാഹില്ലദീ അഹിയാന ബാദമ അമാതന മൗത്തിനെ പറ്റി പറയുന്നത്, മരണത്തിൽ നിന്ന് നിൽക്കുന്ന അള്ളാഹുവിനോട് പറയുന്നത്. മനസ്സിലായില്ലേ? അത് മരണം, ഒരു ചെറിയ മരണമാണ് ഉറക്കം, അത് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലേ. അപ്പോൾ മരണം എപ്പോഴും നമ്മളുടെ കൂടെ സംവിധാനിച്ചിരിക്കുന്നതാണ്. അതല്ലാതെ ഒരിക്കൽ റൂഹിനെ പിടിക്കുന്ന ഒരു സമയത്ത് വന്നെത്തപ്പെടുന്ന ഒരു സംവിധാനമല്ല മരണം.
അപ്പോൾ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ റൂഹുകളെ, ആത്മാക്കളെ സൃഷ്ടിച്ചു. വീണ്ടും നമുക്ക് ഈ ശരീരം, ഈ ജീവൻ തരുന്നതിന് മുമ്പ് അള്ളാഹു മരണമാണ് നമുക്ക് സൃഷ്ടിച്ചത്, നമുക്ക് തന്നത്. ആദ്യം മരിപ്പിക്കുകയാണ് ചെയ്തത്, പിന്നെയാണ് അള്ളാഹു ജീവിപ്പിച്ചത്, പിന്നെയാണ് ജനിപ്പിച്ചത്. വീണ്ടും മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. പിന്നെ ആ മരണത്തെ, അപ്പോൾ 2 പ്രാവശ്യം മരണം. ആദ്യം മരണം സംഭവിച്ചു, വീണ്ടും ജനിച്ചു, വീണ്ടും മരണം സംഭവിച്ചു. പിന്നെ ഒരു മനുഷ്യൻ മരിക്കുന്നില്ല, ഒന്ന് ജനിച്ചു, വീണ്ടും ജനിച്ചു. മനസ്സിലായില്ലേ? ആദ്യം നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു, അപ്പോൾ ആദ്യം മരണാവസ്ഥയിലായിരുന്നു. റൂഹിനെ അള്ളാഹു സംവിധാനിച്ചു, ആദ്യം മരണത്തിലായി. ആദ്യം റൂഹിനെ സംവിധാനിച്ചിട്ട് മരണം, ഒന്നാമത്തെ മരണം. രണ്ടാമത് ജനനം, ആദ്യം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു, ഒന്നാമത്തെ ജനനം. നമ്മൾ യഥാർത്ഥത്തിൽ മലക്കുൽ മൗത്ത് വന്ന് നമ്മുടെ റൂഹിനെ പിടിക്കുമ്പോഴുള്ള മരണം, രണ്ടാമത്തെ മരണം. അത് കഴിഞ്ഞിട്ട് പുനർജന്മം, രണ്ടാമത്തെ ജനനം. 2 മരണവും 2 ജനനവും. അതിനുശേഷം പിന്നെ മരണമില്ല. അത് എങ്ങനെയാണ്? ഹദീസിന്റെ കിതാബുകളിൽ പറയപ്പെടുന്നു, നമ്മളെ പരലോകത്തിലെ മഹ്ശറയിൽ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ മരണത്തെ അവിടെ ഹാജരാക്കും. അപ്പോൾ ഒരു കറുത്ത ആടിൻ്റെ രൂപത്തിൽ, ആടാണോ അള്ളാഹു വരും തെറ്റുപറ്റാം, അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിൽ, ഒരു ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരപ്പെടും. കൊണ്ടുവന്നിട്ട് അള്ളാഹു അവിടെ വെച്ചിട്ട് ആ മരണത്തെ അറുക്കുമെന്നാണ് പറയുന്നത്, അറുത്തുകളെ. അപ്പോൾ സ്വർഗ്ഗവാസികളോട് പറയപ്പെടും, ദാ നിങ്ങളുടെ മരണം, ആ മരണത്തെ ഞാൻ അറുത്തിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിത്യവാസികളാണ്. അതേപോലെ നരകവാസികളോട് പറയും, ഇതാ നിങ്ങളുടെ മരണം, അത് ഞാൻ അറുത്തിരിക്കുന്നു, ഇനി നിങ്ങൾക്കും മരണമില്ല. മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ നിത്യവാസികളാണ്. മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ റൂഹ് ശരീരത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? റൂഹും മരണവും ഒരുമിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കില്ല. മരണം അല്ലെങ്കിൽ റൂഹ് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് ജീവനുള്ള മനുഷ്യനാവും. അല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ പഠനത്തിൽ കിട്ടിയ അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താണ്. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരിക. അപ്പോൾ അള്ളാഹു ആലം, അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.